വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പച്ചരിയാണ്. ഞാൻ ഈ കപ്പിൻ്റെ അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ അരി മിക്സി ജാറിലേക്കോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. 2 കപ്പ് അളവിൻ്റെ തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ അരിയിലേക്കോട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്ക് ആ അരിയിലേക്കോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു തരിയും ഇല്ലാതെ അരച്ചെടുക്കണം. ഇനി നമ്മളുടെ ബാറ്റർ അരഞ്ഞ് തീർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് 1 മുട്ട അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കണമേ. നമുക്ക് ആ ബാറ്റർ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ മിക്സി ജാറിലേക്കോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്കോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണമേ. വീണ്ടും ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു കപ്പ് അരിക്ക് 2.5 ഗ്ലാസ് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ അരി അളന്ന അതേ കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്കിൽ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ പോലെ ഇങ്ങനെ വരയ്ക്കണം. അപ്പോഴത്തേക്കും ഈ മാവ് ഇങ്ങനെ 2 സൈഡിലോട്ടായിട്ട് പകർന്നു പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയെന്നാണ് അർത്ഥം. നമുക്ക് ഈ ബാറ്ററിൽ ഒരു തരി പഞ്ചസാര പോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ അരിച്ചെടുക്കണം. സാധാരണ കിണ്ണത്തപ്പത്തിൻ്റെ ഈ ബാറ്ററൊക്കെ അരിക്കുന്നത് നമ്മൾ ഇതുപോലത്തെ അരിപ്പ വെച്ചിട്ടാണേ. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് ഒരു സ്റ്റാൻഡും വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാത്രം വെച്ചിരിക്കുന്നത്. നമ്മളുടെ ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ ആ വടിയിൽ തങ്ങി വെള്ളം മേളിൽ നിൽക്കുക, അങ്ങനത്തെ ആ ഒരു കണ്ടീഷൻ വരിക. അതിനാണ് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കപ്പ് കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 7 വിസിൽ വരെ നമ്മൾ വേവിച്ചാൽ മതി. അപ്പോൾ അതേ നമ്മളുടെ കിണ്ണത്തപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല രസവും നല്ല ടേസ്റ്റും ഉള്ള ഈ ഒരു കിണ്ണത്തപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ, നല്ല ടേസ്റ്റിയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായി നമുക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് 1 കപ്പ് അരിക്ക് 2 കിണ്ണത്തപ്പമാണ് കിട്ടിയത്. അതിലൊന്നിൽ നമ്മൾ ജീരകം ഇട്ടെടുത്തതാണ്. നിങ്ങളിത് ചെയ്തതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ബൈ.